കിളിർ നബിയുടെ പിതാവായ മൽഗാൻ പേർഷ്യയിൽ ഒരു പ്രവിശ്യയുടെ രാജാവായിരുന്നു. മാതാവ് റോമക്കാരിയുമാണ്. ഭരണാധികാരിയായിരുന്ന മൽഗാന് സൽഗുണസമ്പന്നയായ റോമക്കാരിയിൽ ജനിച്ച കുഞ്ഞാണ് കിളിർ നബി. കിളിർ നബിയെ പ്രസവിച്ചയുടനെ ശത്രുക്കളിൽ നിന്നുണ്ടായേക്കാവുന്ന അപകടം ഭയന്ന് നല്ലവനായ മൽഗാൻ കുഞ്ഞിനെയും മാതാവിനെയും വിജനമായ സ്ഥലത്ത് ഒരു ഗുഹയിൽ പാർപ്പിക്കുകയായിരുന്നു. ഈ ഗുഹാവാസത്തിനിടെ മാതാവ് മരണപ്പെട്ടു. അത്ഭുതമായിരുന്നു പിന്നീടങ്ങോട്ടുള്ള സംഭവങ്ങൾ. മലയോരത്ത് ഒരു കർഷകന്റെ ആടുകൾ മേഞ്ഞ് നടക്കുകയായിരുന്നു. ആട്ടിൻപറ്റത്തിൽ നിന്നും കൂട്ടം തെറ്റി ദൂരേക്ക് പതിവായി സഞ്ചരിക്കുന്ന ഒരാടിനെ കർഷകൻ പിന്തുടർന്നു. ആട് നേരെ നടന്നുപോകുന്നത് മലഞ്ചെരുവിലുള്ള ഒരു ഗുഹയിലേക്കാണ്. കർഷകന്റെ അത്ഭുതം ഇരട്ടിച്ചു. എന്തായിരിക്കുമവിടെ എന്നറിയാനുള്ള ഉത്കടകമായ ആഗ്രഹത്തോടെ ഗുഹയിലേക്കെത്തിനോക്കിയ കർഷകന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നിലത്ത് വിരിച്ച വസ്ത്രത്തിൽ സുമുഖനായ ഒരു കുഞ്ഞ് മലർന്നുകിടക്കുന്നു. ആട് അതിന്റെ അകിട് വായിൽ വെച്ചുകൊടുക്കുന്നു. കുഞ്ഞ് പാൽ കുടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഒന്നുമറിയാത്ത പോലെ ആട് തിരിഞ്ഞു നടക്കുന്നു. കർഷകൻ ഗുഹയിൽ കടന്ന് കുഞ്ഞിനെയും എടുത്ത് വീട്ടിലേക്ക് നടന്നു. ഇതൊരത്ഭുത ശിശുവാണ്. അദ്ദേഹത്തിന്റെ അന്തരംഗം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞ് കർഷകന്റെ വീട്ടയിൽ വളർന്നു വലുതായി. കർഷകന്റെ മക്കളിൽ നിന്ന് എഴുത്തും വായനയും അഭ്യസിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമുള്ള സാമർഥ്യം കർഷകനെ സന്തോഷിപ്പിച്ചു. കുട്ടിയുടെ സുന്ദരമായ കയ്യക്ഷരം കണ്ട് കർഷകൻ അമ്പരന്നു. ആയിടക്കാണൊരു വിളംബരമുണ്ടായത്. രാജ്യത്തെ നല്ല കയ്യക്ഷരമുള്ള എഴുത്തുകാരെയെല്ലാം രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും നല്ല എഴുത്തുകാരനെ കൊട്ടാരം ഗുമസ്തനായി നിയമിക്കുന്നതാണ്. ഇബ്രാഹിം നബിയുടെയും ഷീസ് നബിയുടെയും പുരാതനമായ ഏടുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരുന്ന വിധിവിലക്കുകളും ചരിത്രസംഭവങ്ങളും പകർത്തി എഴുതാൻ വേണ്ടിയായിരുന്നു ഈ രാജകീയ നിയമനം. കർഷകൻ കുഞ്ഞിനെയും കൂട്ടി രാജസദസ്സിലെത്തി. വലിയ വലിയ എഴുത്തുകാർക്കിടയിൽ ബാലനായ ഖിൾറും മത്സരത്തിൽ പങ്കെടുത്തു. പ്രായത്തിൽ ചെറുപ്പമെങ്കിലും ഖിളിർ നബിയുടെ എഴുത്ത് രാജാവിനു നന്നായി ബോധിച്ചു. രാജാവ് കർഷകനോട് ചോദിച്ചു, ഈ കുട്ടി ഏതാണ്? എന്റെ മകനാണെന്ന് കർഷകൻ മറുപടി പറഞ്ഞു. കർഷകന്റെ മുഖഭാവം രാജാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. മുഖഛായയും ശരീരപ്രകൃതിയും വെച്ച് നോക്കുമ്പോൾ ഇവർ തമ്മിൽ യാതൊരു സാമ്യവുമില്ല. ഇതൊരിക്കലും ഇയാളുടെ പുത്രനാവാൻ വഴിയില്ല. രാജാവിന്റെ മനസ്സ് മന്ത്രിച്ചു. രാജാവ് കർഷകനെ അടുത്ത് വിളിച്ച് അല്പം ഗൗരവത്തിൽ ചോദിച്ചു, സത്യം പറയണം, ഇതാരുടെ കുട്ടിയാണ്? കളവ് പറഞ്ഞ് നമ്മെ പറ്റിക്കാനാണ് ഭാവമെങ്കിൽ തല ഉടലിൽ കാണില്ല. ഓർമ്മയിരിക്കട്ടെ. രാജാവിന്റെ ഭീഷണി ഫലം കണ്ടു. മടിച്ചാണെങ്കിലും കർഷകൻ സത്യം തുറന്നു പറഞ്ഞു. ആട് മുലയൂട്ടുന്നത് കാണാനായതും കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയതുമെല്ലാം അയാൾ വിശദീകരിച്ചു. രാജാവിന്റെ കണ്ണുകൾ സജലങ്ങളായി. സിംഹാസനത്തിൽ നിന്നിറങ്ങിവന്നു. ബാലനായ ഖിൾഡിനെ അദ്ദേഹം ആശ്ലേഷിച്ചു. കുഞ്ഞിനെ പാർപ്പിച്ച ഗുഹ അതീവ രഹസ്യമായി അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ചെന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല. ഏതെങ്കിലും മൃഗങ്ങൾ കൊന്നു തിന്നതായിരിക്കും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞിനെയാണ് അല്ലാഹു തിരിച്ചു തന്നിരിക്കുന്നത്, അതും വർഷങ്ങൾക്ക് ശേഷം. ഒരു പോറലും ഏൽക്കാതെ. ഈ പുനഃസംഗമത്തിന്റെ രഹസ്യം രാജാവ് തന്നെ വെളിപ്പെടുത്തി. രാജസദസ്സ് അത്ഭുതപ്പെട്ടു. രാജാവിന്റെ സന്തോഷത്തിൽ കൊട്ടാരവാസികളും പങ്കുചേർന്നു. ബാലനായ ഖിളിർ നബിയുടെ താമസം അതോടെ കൊട്ടാരത്തിലായി. രാജകുമാരനായതോടെ ജീവിതത്തിന് മാറ്റം വന്നു. ധരിക്കാൻ രാജകീയ വസ്ത്രങ്ങൾ, ഭക്ഷിക്കാൻ രാജകീയ വിഭവങ്ങൾ. രാജാവിന്റെ മകനല്ലേ, അവനു സേവനങ്ങൾ ചെയ്യാൻ പരിവാരങ്ങൾ മത്സരിച്ചു. രാജകീയ സുഖങ്ങൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും ഖിളിർ നബിക്ക് അതിലൊന്നും താൽപ്പര്യമില്ലായിരുന്നു. ഇനി കർഷകന്റെ കാര്യം. രാജകുമാരനെ കുറേക്കാലം പോറ്റി വളർത്തിയതല്ലേ, വെറുതെയാക്കാനൊക്കുമോ? അയാൾക്ക് രാജാവ് വിലയേറിയ പാരിതോഷികങ്ങൾ നൽകി സന്തോഷപൂർവ്വം തിരിച്ചയച്ചു. ജിബ്രീൽ മലക്ക് പറഞ്ഞ ഒരു ചരിത്രം ഇങ്ങനെയാണ്. മെഅറാജിന്റെ രാത്രി അഥവാ നുബുവത്തിന്റെ 10-ാം വർഷം റജബ് മാസം 27-ാം രാവ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിഷൻ ബുറാഖ് എന്ന അത്ഭുതമൃഗത്തിന്റെ പുറത്തുകയറി മസ്ജിദുൽ അഖ്സ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. കൂടെ ജിബ്രീൽ മലക്കുമുണ്ട്. പെട്ടെന്ന് വല്ലാത്തൊരു സുഗന്ധം അവിടെയാകെ അടിച്ചുവീശി. നബിഷൻ ചോദിച്ചു, ജിബ്രീൽ, ഇതെന്താണൊരു വല്ലാത്ത സുഗന്ധം? എവിടെ നിന്നാണത്? ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഈ സുഗന്ധത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. പണ്ട് ഡമസ്കസിൽ നല്ലവനായ ഒരു രാജാവുണ്ടായിരുന്നു. പേര് മൽഗാൻ. അദ്ദേഹത്തിന്റെ ഏകപുത്രനായിരുന്നു ബല്യ. കുമാരൻ വളർന്നു വലുതായപ്പോൾ രാജാവ് അവനെ പാഠശാലയിൽ അയച്ചു. എന്നും കാലത്ത് പാഠശാലയിൽ പോകും, വൈകുന്നേരം തിരിച്ചുവരും. ഇതായിരുന്നു പതിവ്. പാഠശാലയിലേക്ക് പോകും വഴി ഒരു പർണശാലയുണ്ടായിരുന്നു. മഹാനായൊരു സൂഫി വര്യനായിരുന്നു അതിൽ താമസിച്ചിരുന്നത്. സൂഫി വര്യനിൽ ആകൃഷ്ടനായ ബല്യ അദ്ദേഹത്തോടടുത്തു. അദ്ദേഹത്തിൽ നിന്നും പലവിധ അറിവുകളും അഭ്യസിച്ചു. ഗുരുവിന്റെ സ്വഭാവവിശേഷതകളും ഇബാദത്തുകളുമെല്ലാം ബല്യായുടെ ജീവിതത്തിലും പ്രതിഫലിച്ചു തുടങ്ങി. കാലം കടന്നുപോയി. ഇപ്പോൾ കുമാരൻ പൂർണ്ണ യുവാവായിരിക്കുന്നു. കൊട്ടാരവാസികളിൽ പലരും രാജാവിനോട് പറഞ്ഞു, പ്രഭോ, അങ്ങേക്ക് ശേഷം രാജ്യത്തിന്റെ ഏക അവകാശിയാണല്ലോ ബല്യ രാജകുമാരൻ. അവനിതാ വളർന്ന് യുവാവായിരിക്കുന്നു. അവന്റെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. രാജവംശത്തിൽ കൂടുതൽ അംഗങ്ങൾ വേണ്ടേ?
അഭിപ്രായം ശരിയാണെന്ന് രാജാവിനും തോന്നി. അന്ന് തന്നെ രാജാവ് കുമാരനെ വിളിപ്പിച്ചു വിവാഹകാര്യം സൂചിപ്പിച്ചു. എന്നാൽ ആശാവഹമായിരുന്നില്ല പ്രതികരണം. ഭൗതിക സുഖഭോഗങ്ങളിലും കുടുംബജീവിതത്തിലും ഒട്ടും താൽപര്യം തോന്നാതിരുന്ന കുമാരൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. അല്പം കൂടി കഴിയട്ടെ, വൈകിട്ടൊന്നുമില്ലല്ലോ. രാജാവും വിടാൻ ഭാവമില്ലായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോകവേ അദ്ദേഹം വീണ്ടും വീണ്ടും കുമാരനെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ രാജാവിന്റെ നിർബന്ധത്തിനു വഴങ്ങി അവൻ വിവാഹത്തിന് സമ്മതിച്ചു. രാജാവിന്റെ സന്തോഷത്തിനതിരുണ്ടായിരുന്നില്ല. തന്റെ ഏകപുത്രനാണ്, പറ്റിയ ഒരു ഇണയെത്തന്നെ കണ്ടെത്തണം, വിവാഹം ഗംഭീരമായി തന്നെ നടത്തണം, ഒന്നിനും ഒരു കുറവും വരുത്തരുത്. അങ്ങനെ നീണ്ടുപോയി അദ്ദേഹത്തിന്റെ ആത്മഗതങ്ങൾ. ബല്യായുടെ വിവാഹ വാർത്തയറിഞ്ഞു കൊട്ടാര നിവാസികൾക്കൊപ്പം രാജ്യം ഒന്നടങ്കം സന്തോഷത്തിലായി. കാത്തിരുന്ന കല്യാണം വെളിപ്പാടകലയെത്തി. കൊട്ടാരത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മറ്റൊരു രാജ്യത്തെ രാജാവിന്റെ ഏകമകളാണ് വധു. രാജ്യത്തെങ്ങും ആഘോഷാരവങ്ങൾ അലയടിച്ചു. ഒടുവിൽ കാത്തിരുന്ന ദിവസമെത്തി. പ്രജകൾ അക്ഷമരായി കാത്തിരുന്ന ദിവസമെത്തി. കുമാരൻ അണിഞ്ഞൊരുങ്ങി. സുന്ദരിയും സുമുഖിയുമായ വധു പന്തലിലെത്തി. വരനും വധുവും എന്തൊരു ചേർച്ച! കണ്ടവർ അടക്കം പറഞ്ഞു. എല്ലാത്തിനും സാക്ഷിയായ കതിരോൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അണയാൻ വെമ്പൽ കൊണ്ടു, ഒരു തിരക്കുള്ള അതിഥിയെപ്പോലെ. അതോടെ ചടങ്ങുകൾ അവസാനിച്ചു. അതിഥികൾ പിരിഞ്ഞു തുടങ്ങി. ആദ്യ രാത്രി, വിവാഹം കഴിഞ്ഞ സ്ത്രീപുരുഷന്മാർ എക്കാലവും ഓർക്കാനിഷ്ടപ്പെടുന്ന രാത്രി. രാജകുമാരൻ പുതുമണവാട്ടിയെ കണ്ടു. അദ്ദേഹം ആശങ്കപ്പെട്ടു. ഭൗതിക ജീവിതത്തിൽ ഒട്ടും തൽപരനല്ലാത്ത എന്റെ കൂടെ ഇവൾക്ക് ജീവിക്കാനാവുമോ? എന്തായാലും എല്ലാം ഇവളോട് തുറന്നു പറയാം. ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അവളുടെ വഴി അവൾക്ക് സ്വീകരിക്കാമല്ലോ. അവളുടെ സുഖജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്നതെന്തിന്? ഔപചാരികതയ്ക്ക് ശേഷം ബല്യ പുതുമണവാട്ടിയെ വിളിച്ചു. നാണത്തോടെ തന്റെ മുന്നിൽ നിൽക്കുന്ന അപ്സരസിനോട് അദ്ദേഹം ചോദിച്ചു, പ്രിയേ, എനിക്ക് ഭവതിയോടൊരു കാര്യം പറയാനുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്, പരമരഹസ്യമാണ്. നീയതു പരസ്യമാക്കരുത്. ലജ്ജയോടെ അവൾ പറഞ്ഞു, ഞാൻ താങ്കളുടേതു മാത്രമാണല്ലോ. ഇന്നു മുതൽ ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സാണല്ലോ നമുക്ക്. നമുക്കിടയിൽ ഇങ്ങനത്തെ മുഖവുരയെന്തെന്ന്? രാജകുമാരൻ ആരംഭിച്ചു. പ്രിയേ, ഞാൻ വൈവാഹിക ജീവിതത്തിൽ ഒട്ടും താൽപ്പര്യമുള്ളവനല്ല. പിതാവിന്റെയും മറ്റും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇങ്ങനെയൊരു വിവാഹത്തിന് തയ്യാറായത്. എനിക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലാണ് സന്തോഷം. ഭവതിക്ക് എന്നോടൊപ്പം ക്ഷമിക്കാനാവുമെങ്കിൽ മാത്രം എന്നോടൊപ്പം കഴിയാം, അല്ലെങ്കിൽ ഞാൻ ഉടനെ പിരിച്ചയക്കാം. എന്റെ പേരിൽ ഒരാൾ വിഷമമനുഭവിക്കുന്നത് ഞാനിഷ്ടപ്പെടുന്നില്ല. പ്രതികരണമറിയാൻ നവവധുവിന്റെ മുഖത്തേക്ക് നോക്കി. അചഞ്ചലവും ധീരവുമായിരുന്നു ആ വാക്കുകൾ. ഇല്ല, ഇല്ല ഹൃദയേശ്വര, അങ്ങയെ ഉപേക്ഷിച്ചു പോവാൻ ഒരിക്കലും എനിക്കാവില്ല. പ്രഥമദൃഷ്ട്യാ തന്നെ എന്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങയെ പിരിഞ്ഞു ഞാൻ എവിടെയും പോവുന്നില്ല. ഒന്നുമില്ലെങ്കിലും അങ്ങയുടെ ഈ മുഖം കണ്ടിരിക്കാമല്ലോ. പ്രിയതമയുടെ വാക്കുകൾ കേട്ട ബല്യാക് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഇക്കാര്യം നീ ഒരിക്കലും പരസ്യമാക്കരുത്. എന്തുവന്നാലും പരസ്യപ്പെടുത്തുന്ന പക്ഷം ദുന്യാവിലും ആഖിറത്തിലും നാശമായിരിക്കും ഫലം. രഹസ്യം സൂക്ഷിച്ചാലോ ഇരുവീട്ടിലും ഗുണം ലഭിക്കും തീർച്ച. അവൾ സംതൃപ്തിയോടെ സമ്മതം പറഞ്ഞു. കാലം ആരെയും കാത്തുനിന്നില്ല, ഗമിച്ചുകൊണ്ടിരുന്നു. സുഖകരമായ ആ ദാമ്പത്യം അസ്വാരസ്യങ്ങളില്ലാതെ മുന്നോട്ടു നീങ്ങി. പക്ഷെ ഏതൊരു കാര്യത്തിനാണോ കുമാരനെ വിവാഹം കഴിപ്പിച്ചത്, ആ ലക്ഷ്യം പൂവണിഞ്ഞില്ല. ജനങ്ങളടക്കം പറഞ്ഞു, കുമാരൻ പുരുഷത്വമില്ലാത്ത ഷണ്ടനാണോ? വിവരം രാജാവിന്റെ ചെവിയിലുമെത്തി. രാജാവിനിതു വലിയ വിഷമം സൃഷ്ടിച്ചു. ചിലർ പറഞ്ഞു, കുഴപ്പം കുമാരിക്കാണ്, ചികിത്സ കുമാരിക്കാണ് വേണ്ടത്. നിജസ്ഥിതി അറിയാൻ കുമാരനെ രാജാവ് വിളിച്ചുവരുത്തി തുറന്നു ചോദിച്ചു, കുമാരാ, നാം നിന്നെ വിവാഹം കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം നിനക്ക് നന്നായി അറിയാമല്ലോ. ഒരു കുഞ്ഞിക്കാല് കാണാൻ കാത്തിരിക്കുകയാണ് രാജ്യവും ഞാനും. അല്ല, ഇനി വല്ല മരുന്നും സേവിക്കേണ്ടതുണ്ടെങ്കിൽ കൊട്ടാരം വൈദ്യനോട് പറഞ്ഞേക്കാം. അതിലൊട്ടും മടിക്കേണ്ടതില്ല. രാജകുമാരൻ വിനയാന്വിതനായി മറുപടി പറഞ്ഞതിങ്ങനെയാണ്, പിതാവേ, അല്ലാഹുവാണ് എല്ലാം നൽകുന്നവൻ. അവന്റെ ഉദ്ദേശമനുസരിച്ചേ എല്ലാം നടക്കൂ. മക്കളെ നൽകുന്നതും അവന്റെ കാര്യമാണ്. അതിൽ നാം വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. എല്ലാം അല്ലാഹുവിലർപ്പിച്ചു ക്ഷമയോടെ കഴിയുകയാണ് അടിമകളായ നാം ചെയ്യേണ്ടത്. രാജാവ് നിശബ്ദനായി. യഥാർത്ഥത്തിൽ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ ബന്ധം നടന്നെങ്കിലല്ലേ കുഞ്ഞുണ്ടാവൂ. രാത്രി മുഴുവൻ ഇബാദത്തുകളിൽ മുഴുകിക്കഴിച്ചുകൂട്ടുന്ന രാജകുമാരന് മക്കളുണ്ടാകുന്നതെങ്ങനെ? രാജകുമാരിയെ വിളിച്ചുവരുത്തി രാജാവ് ഇതേ ചോദ്യമുന്നയിച്ചു. കുമാരൻ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് അവളും പറഞ്ഞത്. ഭർത്താവിന്റെ രഹസ്യം അവൾ സംരക്ഷിക്കുക തന്നെ ചെയ്തു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. പേരക്കിടാവിനെ കാത്തിരുന്ന രാജാവിന്റെ ക്ഷമ നശിച്ചു. ഒടുവിൽ രാജാവ് ആ കടുത്ത തീരുമാനമെടുത്തു. അദ്ദേഹം പുത്രനെ വിളിച്ചു പറഞ്ഞു, നീ അവളെ വിവാഹമോചനം നടത്തി വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്യണം. സന്താനോൽപാദന ശേഷിയില്ലാത്ത ഒരു സ്ത്രീയെ ഭാര്യയായി നിർത്തുന്നതിൽ കാര്യമില്ല. ബല്യ രാജകുമാരന് അനുസരിക്കുക അല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല.
അങ്ങനെ അതുവരെ സ്നേഹപൂർണമായ കുടുംബജീവിതം നയിച്ച ആ യുവകുസുമങ്ങൾ വേർപിരിഞ്ഞു. അവരെല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ചു. ഈമാനിക പ്രഭ ജ്വലിച്ചു നിൽക്കുന്ന അവരുടെ മനസ്സ് റബ്ബിന്റെ ഏതു വിധിയും സന്തോഷത്തോടെ അംഗീകരിക്കാനും സ്വീകരിക്കാനും സാധ്യമാകുന്ന വിധത്തിൽ ഇതിനോടകം പാകപ്പെട്ടു കഴിഞ്ഞിരുന്നു. വികാരഭരിതമായിരുന്നു ആ വേർപാട്. അവർ പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു ദുഃഖപൂർവ്വം വഴിപിരിഞ്ഞു. രാജകുമാരൻ പിന്നീട് വധുവായി തിരഞ്ഞെടുത്തത് മക്കളുള്ള ഒരു വിധവയെയായിരുന്നു. അബദ്ധം ഇനി ആവർത്തിക്കരുത്, ഇതായിരുന്നു രാജാവിന്റെ ഉള്ളിലിരിപ്പ്. യഥാർത്ഥ കാരണം അപ്പോഴും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ലല്ലോ. ചെറിയ ഒരു വിരുന്നോടെ വിവാഹം നടന്നു. വലിയ ആദ്യ ഭാര്യയോട് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പുതിയ ഭാര്യയോടും തുറന്നു പറഞ്ഞു. രഹസ്യം സൂക്ഷിക്കാൻ പ്രത്യേകം വസിയത്ത് ചെയ്തു. അവൾ അത് സമ്മതിച്ചു. നാളുകൾ കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാകാതിരുന്നപ്പോൾ രാജാവ് പുതിയ ഭാര്യയെ വിളിച്ചു കാര്യമന്വേഷിച്ചു. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അവൾ ആ രഹസ്യം പരസ്യമാക്കി. ഒന്നാം ഭാര്യയുടെ കഥയും രാജാവിനോടവൾ പറഞ്ഞു. രാജാവിനു കോപം സിരകളിൽ ഇരച്ചു കയറി. പിതാവിന്റെ കോപം മനസ്സിലാക്കിയ രാജകുമാരൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനിയിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എവിടേക്കെങ്കിലും ഒളിച്ചോടി സ്വതന്ത്രമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടാം. അല്ലെങ്കിലും കൊട്ടാരജീവിതത്തോട് ആദ്യമേ താൽപ്പര്യമുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ രാത്രി ആരോരുമറിയാതെ ബല്ലിയ കൊട്ടാരം വിട്ടിറങ്ങി. നേരം പുലർന്നപ്പോൾ കുമാരനെ കാണാനില്ല. എവിടേക്ക് പോയെന്ന് ആർക്കുമറിയില്ല. വാർത്ത കാട്ടുതീ പോലെ നാടാകെ പരന്നു. രാജാവ് തളർന്നു. തന്റെ പ്രവൃത്തിയിൽ ദുഃഖം തോന്നിയ രാജാവ് മകനെ കണ്ടുപിടിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ ദൗത്യസംഘങ്ങളെ പല ഭാഗത്തേക്ക് അയച്ചു. മകനെ കണ്ടുപിടിച്ചുകൊണ്ടുവരുന്നവർക്ക് വലിയ സമ്മാനങ്ങൾ രാജാവ് വാഗ്ദാനം ചെയ്തു. അന്വേഷകർ പല ഭാഗത്തേക്കും നീങ്ങി. കാടും മേടും അവർ അരിച്ചുപെറുക്കി. യാതൊരു ഫലവുമുണ്ടായില്ല. നീണ്ട തിരച്ചിലിനൊടുവിൽ ഒരു സംഘം വിജനമായൊരു ഗുഹയിൽ ആരാധനാനിമഗ്നനായി ഇരിക്കുന്ന രാജകുമാരനെ കണ്ടെത്തി. അവരുടെ സന്തോഷത്തിനതിരുണ്ടായിരുന്നില്ല. ആദരപൂർവം അവർ കുമാരനെ സമീപിച്ച് കൊട്ടാരവിശേഷങ്ങൾ കൈമാറി. ഞങ്ങളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരണമെന്നഭ്യർത്ഥിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞതിങ്ങനെയാണ്: പ്രിയരേ, ഞാനിനി കൊട്ടാരത്തിലേക്ക് വരുന്നില്ല. ഭൗതിക സുഖങ്ങളിൽ എനിക്കൊട്ടും താൽപ്പര്യവുമില്ല. അനശ്വര സുഖത്തിനായി അല്ലാഹുവിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം. അതിനെന്നെ അനുവദിക്കണം. എന്നെ കണ്ടെത്തിയ കാര്യം നിങ്ങളാരെയും അറിയിക്കരുത്. അക്കാര്യം രഹസ്യമായി സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഇഹലോകവും പരലോകവും രക്ഷപ്പെടും. പരസ്യപ്പെടുത്തിയാലോ ഇരുലോകത്തും നാശമായിരിക്കും ഫലം. ഇല്ല, ഒരിക്കലും ഈ രഹസ്യം ഞങ്ങൾ പുറത്തു പറയില്ല എന്നവർ സത്യം ചെയ്തു പറഞ്ഞു. സംഘത്തെ സന്തോഷപൂർവ്വം യാത്രയാക്കി അദ്ദേഹം അവിടെ നിന്നും യാത്ര തിരിച്ചു, എങ്ങോട്ടെന്നില്ലാതെ. രാജാവിന്റെ സമ്മാനങ്ങളെക്കുറിച്ചോർത്തപ്പോൾ അന്വേഷകർക്ക് രഹസ്യം മറച്ചുവെക്കാനായില്ല. അവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ചേർന്ന് വാക്ക് ലംഘിച്ചു. അവർ കൊട്ടാരത്തിലെത്തി രാജാവിനെ വിവരം ധരിപ്പിച്ചു. ധനമോഹം അതിനവരെ പ്രേരിപ്പിക്കുകയായിരുന്നു. പണത്തിനുവേണ്ടി മനുഷ്യർ ചിലപ്പോൾ എന്തും ചെയ്യുമല്ലോ. രാജാവ് കൂടുതൽ പേരെ അവരോടൊപ്പം പറഞ്ഞയച്ചു. മകന്റെ തിരിച്ചുവരവിനായി രാജാവ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. അന്വേഷകരെത്തിയപ്പോഴേക്കും രാജകുമാരൻ അവിടം വിട്ട് ഏറെ ദൂരം സഞ്ചരിച്ചിരുന്നു. അവർ നിരാശരായി മടങ്ങി. മകനെ കാത്തിരുന്ന രാജാവിന് സങ്കടം അടക്കാനായില്ല. അവനെ കണ്ടുവെന്നും സംസാരിച്ചുവെന്നും പറഞ്ഞവർ തന്നോട് കളവു പറഞ്ഞു തന്നെ വഞ്ചിച്ചതായിരിക്കുമോ എന്ന് രാജാവ് ന്യായമായും സംശയിച്ചു. രാജാവിന്റെ ഉത്തരവ് പെട്ടെന്നായിരുന്നു: ഈ വഞ്ചകന്മാരെ കൊന്നുകളയൂ. അവർക്കെന്തെങ്കിലും പറയാൻ അവസരം ലഭിക്കും മുൻപ് തന്നെ രാജാവിന്റെ കൽപ്പന നടപ്പാക്കപ്പെട്ടു. 9 പേരുടെയും വധശിക്ഷ നടപ്പിലായി. രഹസ്യം പരസ്യമാക്കിയവർ ശിക്ഷിക്കപ്പെട്ടു. രഹസ്യമായി തന്നെ സൂക്ഷിച്ച ഒരാളാവട്ടെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. മനുഷ്യമനസ്സിന് ചാഞ്ചാട്ടം സ്വാഭാവികമാണ്. താൽക്കാലിക വിദ്വേഷം കൊണ്ട് രാജാവിന് മകനോട് കയർത്ത് സംസാരിക്കേണ്ടതായി വന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് വിരഹവേദനയാൽ നീറിപ്പുകഞ്ഞുകൊണ്ടേയിരുന്നു. തന്റെ ഏകസന്തതിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എനിക്കാരാണുള്ളത്? രാജാവ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പരിചാരകരോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഹൃദയവേദന പ്രതിഫലിച്ചു തുടങ്ങി. മകന്റെ രണ്ടാം ഭാര്യയോടായിരുന്നു രാജാവിന് കൂടുതൽ വിദ്വേഷം. അവൾ കാരണമാണ് രാജാവിന് പുത്രനെ നഷ്ടമായത്. അവൾ രഹസ്യം പുറത്തു പറഞ്ഞതാണ് പ്രശ്നമായത്. രാജകുമാരനെ തന്നിൽ നിന്നകറ്റാൻ കാരണക്കാരിയായവളെ ഇനി വച്ചേക്കരുത്. ആരെവിടെ? അവളെ കൊണ്ടുവരൂ. ഉത്തരവിൽ കൊട്ടാരം വിറച്ചു. പുത്രവിയോഗത്താൽ മനോനില തെറ്റിയ രാജാവ് അടുത്ത ഉത്തരവ് പുറപ്പെടുവിച്ചു. അവളുടെ തലവെട്ടു. അവളാണ് രാജകുമാരനെ നമുക്ക് നഷ്ടപ്പെടുത്തിയത്. രാജകൽപ്പനയല്ലേ, അത് നടപ്പിലാക്കാൻ അധികം താമസമുണ്ടായില്ല. രഹസ്യം സൂക്ഷിക്കണമെന്ന്, അല്ലാത്തപക്ഷം ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും എന്ന പ്രഥമരാത്രിയിലെ ഭർത്താവിന്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ പുലരുകയായിരുന്നു. കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ നാട്ടിൽ പാട്ടാവാൻ അധികം സമയം വേണ്ടിവന്നില്ല. മൊഴി ചൊല്ലപ്പെട്ട ആദ്യ ഭാര്യയും രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ രക്ഷപ്പെട്ടയാളും ഭയത്താൽ വിറക്കാൻ തുടങ്ങി. പക്ഷെ വൈകാതെ തങ്ങളും വധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യ ഭാര്യ ശങ്കിച്ചു.
രണ്ടാം ഭാര്യയുടെ ഗതിയാകുമോ തനിക്കും വന്നു ചേരുക എന്ന് അവർ പരിഭ്രമിച്ചു. പക്ഷെ അവൾ ഭർത്താവിനെ വഞ്ചിച്ചതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ആവും വിധം അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു എന്ന് അവൾ സ്വയം സമാധാനിച്ചു. എന്നാലും രാജാവിന്റെ ഉത്തരവിനു മുന്നിൽ ശരിയും തെറ്റും പ്രശ്നമാവില്ലല്ലോ. അല്ലാഹുവേ നീ കാക്ക്. അവളുടെ മനോതലം പ്രാർത്ഥനയിൽ മുങ്ങി. എന്തായാലും ഇനിയിവിടെ നിൽക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. അവൾ നാടുവിടാൻ തീരുമാനമെടുത്തു. ഇതേസമയം മറ്റൊരാളും ഇതേ തീരുമാനം എടുത്തുകഴിഞ്ഞിരുന്നു. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച് അവൾ യാത്ര തുടങ്ങി. രാജകുമാരനെ തിരയാൻ പോയി വാഗ്ദത്തം പാലിച്ചയാളും പേടിച്ച് നാടുവിടാനുറച്ചു. അദ്ദേഹവും യാത്ര തിരിച്ചു. അല്ലാഹുവിന്റെ വിധിയെന്നല്ലാതെ എന്തു പറയാൻ? ഇണയും തുണയുമില്ലാതെ സഞ്ചരിച്ചിരുന്ന അവർ രണ്ടുപേരും മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രാമധ്യേ കണ്ടുമുട്ടി. അവർക്കൊരനുഗ്രഹമായി. അവർ അങ്ങനെ വിവാഹിതരായി മറ്റൊരു രാജ്യത്ത് ചെന്ന് സുഖമായി ജീവിതമാരംഭിച്ചു. രഹസ്യം സൂക്ഷിച്ച പെണ്ണിന് രഹസ്യം സൂക്ഷിച്ച പുരുഷനെ ഭർത്താവായി ലഭിച്ചു. നല്ലവരായ ആ ദമ്പതികൾക്ക് 3 കുട്ടികൾ ജനിച്ചു. എന്നാൽ ആ സന്തോഷവും കൂടുതൽ കാലം നീണ്ടുനിന്നില്ല. നല്ലവർക്കാണല്ലോ കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടിവരിക. ഭർത്താവ് മരണത്തിന് കീഴടങ്ങി. അവർ വിറകുവെട്ടുന്ന തൊഴിൽ ചെയ്തു അനാഥരായ മക്കളെ പോറ്റി വളർത്തി. എന്നാൽ പരീക്ഷണങ്ങൾ അവിടെയും അവസാനിച്ചില്ല. ഏകദൈവ വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു രാജാവ് ആ രാജ്യത്തിന്റെ അധികാരമേറ്റെടുത്തു. സത്യവിശ്വാസത്തിന്റെ പേരിൽ ആ സ്ത്രീയും പിടിക്കപ്പെട്ടു. സത്യവിശ്വാസത്തിൽ നിന്നും പിന്മാറാൻ രാജാവും കിങ്കരന്മാരും അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഭീഷണികളൊന്നും ആദ്യ ഭർത്താവിൽ നിന്നും ലഭിച്ച ഈമാനിക വെളിച്ചത്തെ ഊതിക്കെടുത്താൻ പോന്നതായിരുന്നില്ല. പ്രാകൃതമായ ശിക്ഷകളായിരുന്നു സത്യവിശ്വാസികൾക്ക് നേരിടേണ്ടതായി വന്നത്. രാജകിങ്കരന്മാർ വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചു. മഹദിയുടെ മൂത്തകുട്ടിയെ ചെമ്പിനടുത്തേക്ക് കൊണ്ടുവന്നു. സത്യവിശ്വാസത്തിൽ നിന്നും മാറിയില്ലെങ്കിൽ കുട്ടിയെ ഇതിലിടാൻ പോകുന്നു. രാജകൽപ്പന വന്നു. മഹദി വിശ്വാസത്തിൽ തന്നെ ഉറച്ചു. അവർ കുട്ടിയെ തിളച്ചുമറിയുന്ന ചെമ്പിലേക്ക് എടുത്തെറിഞ്ഞു. മഹദിയുടെ വിശ്വാസത്തിൽ മാറ്റമില്ല എന്ന് കണ്ടവർ രണ്ടാമത്തെ കുട്ടിയെയും ചെമ്പിലേക്കെറിഞ്ഞു. ഇനിയുള്ളത് ഏറ്റവും ചെറിയ മോനാണ്. ഇത്തവണ പുത്രസ്നേഹത്താൽ മഹദി അല്പം പിന്നിലേക്ക് മാറിയോ എന്ന സംശയം. എന്നാൽ സംസാരപ്രായമെത്തിയിട്ടില്ലാത്ത കുഞ്ഞ് സ്ഫുടമായ ഭാഷയിൽ സംസാരിച്ചു. ഉമ്മ, എന്നെ അതിലെറിയട്ടെ, പിന്മാറരുത്. നമുക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം. അവസാനം മഹദിയുടെ ഊഴമെത്തി. ചെമ്പിലേക്ക് എറിയും മുൻപ് ഭടന്മാർ അവരോട് അന്ത്യാഭിലാഷത്തെപ്പറ്റി ചോദിച്ചു. മഹദി പറഞ്ഞു, എന്നെയും എന്റെ മക്കളെയും എന്റെ ഭർത്താവിന്റെ കബറിനടുത്തായി മറവു ചെയ്യണം. മഹദിയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു. അവരെല്ലാം അതിനടുത്തായി മറവു ചെയ്യപ്പെട്ടു. നബിയെ, അവരുടെ കബറുകളിൽ നിന്നടിച്ചു വീശുന്ന പരിമളമാണ് താങ്കളിപ്പോൾ അനുഭവിച്ചത്. ജിബ്രീൽ മലക്ക് കഥ പറയൽ അവസാനിപ്പിച്ചു. കിളിർ നബിക്ക് അന്ത്യനാൾ വരെ ആയുസ് കിട്ടിയ കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഐനുൽ ഹയാത്ത് എന്നൊരു തടാകമുണ്ടത്രേ ഭൂമിയിൽ. അതിലെ വെള്ളം ആരെങ്കിലും കുടിച്ചാൽ അവന് ഖിയാമത്ത് നാൾ വരെ ആയുസ്സുണ്ടാകും എന്നാണ് വിശ്വാസം. രാജകൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിയ ശേഷം ഈ തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ചതിനാലാണ് ഖിളിർ നബിക്ക് അന്ത്യനാൾ വരെ ആയുസ്സുണ്ടായത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മറ്റൊരഭിപ്രായം ഇങ്ങനെയാണ്. ആഗോള ചക്രവർത്തിയായ ദുൽഖർനൈനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. മനുഷ്യനായിരുന്നില്ല, അത് സനാഖിൽ എന്നു പേരായ ഒരു മലക്കായിരുന്നു. ഒരിക്കൽ ചക്രവർത്തി സനാഖിലിനോട് ചോദിച്ചു, ഭൂമിയിൽ ഐനുൽ ഹയാത്ത് എന്നൊരു തടാകമുള്ളതെവിടെയാണ്, അറിയുമോ? മലക്ക് സ്ഥലം ദുൽഖർനൈനിക്ക് പറഞ്ഞുകൊടുത്തു. ഖിളിർ നബിയെ മുന്നണിപ്പോരാളികളിൽ ഒരാളായി നിയമിച്ച് പ്രസ്തുത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഒരു നീണ്ട യാത്രക്കൊടുവിൽ ഇരുണ്ട ഭൂമിയിൽ കൂരാകൂരിരുട്ടായിരുന്ന ഒരു മലഞ്ചെരുവിൽ ഖിളിർ നബി തടാകം കണ്ടെത്തി. ഖിളിർ നബി അതിൽ നിന്നും ആവോളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തു. ഖിളിർ നബിക്ക് പിന്നാലെ വന്നവർക്കോ ദുൽഖർനൈനിക്കോ ആ തടാകം കണ്ടെത്താനായതുമില്ല. ദുൽഖർനൈനിയും മലക്കും ഒരു കൊട്ടാരത്തിൽ സംഗമിച്ചു. മലക്ക് ദുൽഖർനൈനിക്ക് ഒരു കല്ല് സമ്മാനിച്ച് യാത്രയായി. ദുൽഖർനൈനിക്ക് കല്ലിനെക്കുറിച്ച് മനസ്സിലായില്ല. തിരിച്ച് സൈന്യത്തിനടുത്തെത്തി പണ്ഡിതന്മാരോട് ആ കല്ലിനെക്കുറിച്ചുള്ള രഹസ്യം പറയാൻ ആവശ്യപ്പെട്ടു. അവർ ആ കല്ല് പരിശോധിച്ചു. അവർ അത് തൂക്കിനോക്കാനായി ത്രാസിൽ വെച്ചു. എന്തത്ഭുതം! മറുതട്ടിൽ അതിനേക്കാൾ 100 കല്ലുകൾ വച്ചിട്ടും ആ തട്ടിന് ഒരനക്കവും സംഭവിച്ചില്ല. അവർക്ക് ആ കല്ലിന്റെ രഹസ്യം മനസ്സിലായില്ല. അവർ പണ്ഡിതനും മന്ത്രിയുമായ ഖിളിർ നബിയോട് കല്ലിന്റെ രഹസ്യം പറയാൻ ആവശ്യപ്പെട്ടു. അല്പസമയം ആലോചിച്ച ശേഷം അദ്ദേഹം മറുതട്ടിൽ കല്ലുവെച്ച് അതിനു മുകളിൽ അല്പം മണ്ണ് വാരിയിട്ടു. അത്ഭുതം! തട്ടതാ ഉയരുന്നു. ഖിളിർ നബി തുടർന്നു, മനുഷ്യന്റെ ഉപമയാണ് മലക്ക് ആ കല്ലിലൂടെ നമുക്ക് വ്യക്തമാക്കിത്തന്നത്. മണ്ണിട്ട് മൂടുവോളം അവന്റെ ആഗ്രഹങ്ങൾ അവനെ കീഴടക്കിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. 6 അടി മണ്ണിൽ എത്തുന്നതുവരെ അവനൊന്നും മതിയാവുകയില്ല. ഖിളിർ നബിയുടെ വിശദീകരണം കേട്ട പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയിലും പാണ്ഡിത്യത്തിലും അഭിമാനം തോന്നി. അവർ നബിക്കു മുൻപിൽ വളരെ ആദരവോടെ നിന്നു. ഖിളിർ നബി പഠിപ്പിച്ച ഇതേ ആശയം മുത്തുനബി പല ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചതായി കാണാം. അവയിലൊന്ന്, നിശ്ചയം മണ്ണല്ലാതെ മനുഷ്യന്റെ വയർ നിറയ്ക്കുകയില്ല.
ആദിപിതാവ് ആദം നബി മരണാസന്നനായപ്പോൾ നൂഹ് നബി ഉൾപ്പെടെയുള്ള തന്റെ മക്കളെയെല്ലാം വിളിപ്പിച്ചു വരുത്തി ഇങ്ങനെ വസിയത്ത് ചെയ്തു: പിൽക്കാലത്ത് ഭൂമിയിൽ ഒരു വലിയ ജലപ്രളയം വരാനിരിക്കുന്നു. അപ്പോൾ എന്റെ ഭൗതിക ശരീരം കപ്പലിൽ കയറ്റിക്കൊണ്ടുപോവുകയും ഞാൻ പറയുന്ന സ്ഥലത്ത് എന്നെ മറവു ചെയ്യുകയും വേണം. ആദം നബി പ്രസ്തുത സ്ഥലം അവർക്ക് നിർണയിച്ചുകൊടുത്തു. അദ്ദേഹം പറഞ്ഞ പ്രകാരം നൂഹ് നബിയുടെ കാലത്ത് ജലപ്രളയമുണ്ടായി. അവർ പിതാവിന്റെ ഭൗതിക ശരീരം അർഹിക്കുന്ന ആദരവോടെ കപ്പലിൽ കയറ്റി. മാസങ്ങളോളം വെള്ളത്തിലൂടെ ഒഴുകി നടന്ന കപ്പൽ ജലനിരപ്പ് കുറഞ്ഞു ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു. ആദം നബിയുടെ വസിയത്ത് പ്രകാരം പ്രത്യേക സ്ഥലത്ത് നബിയെ മറവു ചെയ്യാൻ നൂഹ് നബി മക്കളോട് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു: പിതാവേ, ആരോരും കൂട്ടിനില്ലാത്ത ഈ കനത്ത ഏകാന്തതയിൽ അതെങ്ങനെ സാധിക്കും? നൂഹ് നബി പറഞ്ഞു: മക്കളെ, നിങ്ങളുടെ പിതാവായ ആദം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് തന്നെ മറമാടുന്നവർക്ക് ദീർഘായുസ്സുണ്ടാവണേ എന്ന്. പക്ഷേ അവരാരും ജനാസ മറവ് ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. ഭൗതിക ശരീരം പിന്നെയും കപ്പലിൽ തന്നെ വർഷങ്ങളോളം കിടന്നു. നബിമാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ലല്ലോ. ധാരാളം വർഷങ്ങൾക്ക് ശേഷം ഖിളിർ നബിയാണ് ആദം നബിയുടെ ജനാസ നിശ്ചിത സ്ഥലത്ത് മറവു ചെയ്തത്. അതുകൊണ്ടുതന്നെ ആദിപിതാവിന്റെ പ്രാർത്ഥനയും ഖിളിർ നബിക്ക് ലഭിച്ചു. ഖിളിർ നബിക്ക് അന്ത്യനാൾ വരെ അല്ലാഹു ദീർഘായുസ് നൽകി. ഖിളിർ നബി ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെ നിന്നോ ഒരു യാചകൻ അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു: നിശ്ചിത ദിവസത്തിനകം ഭാരിച്ച ഒരു സംഖ്യ സ്വരൂപിക്കണം. അതിലേക്കായി അങ്ങൊരു സംഭാവന തരണം. അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഖിളിർ നബി പറഞ്ഞു: അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കിത്തരട്ടെ. താങ്കൾക്ക് നൽകാൻ എന്റെ പക്കൽ ഒന്നുമില്ലല്ലോ. യാചകൻ വിടാൻ ഭാവമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. താങ്കൾ ഒരു നല്ല വ്യക്തിയാണെന്ന് താങ്കളുടെ മുഖം വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് അങ്ങയെ ഞാൻ സമീപിച്ചത്. എന്നെ നിരാശപ്പെടുത്തരുത്. ഖിളിർ നബി പഴയ മറുപടി ആവർത്തിച്ചു. അയാൾ പറഞ്ഞു: അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ താങ്കളോട് ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും തന്നേ പറ്റൂ. ഇത്തവണ ഖിളിർ നബി ഞെട്ടുക തന്നെ ചെയ്തു. അല്ലാഹുവിനെ മുൻനിർത്തിയാണ് ചോദിച്ചത്. കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ഇനി എന്തു ചെയ്യും? ഒടുവിൽ ഖിളിർ നബി പറഞ്ഞു: അല്ലാഹുവിനെ മുൻനിർത്തിയാണ് നീ ചോദിച്ചത്. അതിനാൽ നിന്നെ വെറും കൈയോടെ തിരിച്ചയക്കാൻ എനിക്കാവില്ല. എന്നാൽ എന്റെ പക്കലാവട്ടെ ഒന്നുമില്ല. അതിനാൽ നീ ഒരു കാര്യം ചെയ്യുക. എന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് വില വാങ്ങിക്കൊള്ളുക. യാചകന് വിശ്വാസമായില്ല. അയാൾ ചോദിച്ചു: സത്യമാണോ അങ്ങ് പറയുന്നത്? അതെ, സത്യമാണ്. ഞാൻ കളവു പറയാറില്ല. ഖിളിർ നബിയെയാണ് വിൽക്കാൻ പോകുന്നത് എന്നറിയാതെ അയാൾ മുന്നിലും ഖിളിർ നബി പിന്നിലുമായി ചന്തയിലേക്ക് നടന്നു. പട്ടണത്തിലെത്തി മൃഗങ്ങളെപ്പോലെ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന കാലം. കൈകളിൽ ചങ്ങലയിൽ ബന്ധിതനായി ഖിളിർ നബിയും അവരിൽ ഒരാളായി. എല്ലാം അല്ലാഹുവിൽ അർപ്പിച്ച് അവന്റെ വിധിയിൽ സംതൃപ്തനായി ഖിളിർ നബി അടിമ കമ്പോളത്തിൽ നിന്നു. അദ്ദേഹം ഇപ്പോൾ അടിമയാണ്. യാചകൻ പുതിയ അടിമയെ 450 വെള്ളി നാണയത്തിന് വിറ്റു. കൊതിയനായ അയാൾ കിട്ടിയ പണവുമായി സന്തോഷത്തോടെ സ്ഥലം വിറ്റു. പണം മൈനസ് അതിനുവേണ്ടി ചിലർ എന്തും മടിക്കില്ല. ധനമോഹം തലയിൽ കയറിയാൽ പിന്നെ നീതിക്കും നന്മയ്ക്കും അവിടെ സ്ഥാനമുണ്ടാവില്ല. എല്ലാ സമുദായത്തിനും ഒരു ഫിത്നയുണ്ട്. എന്റെ സമുദായത്തിന്റെ ഫിത്ന സമ്പത്താണ് എന്ന നബിവചനം എത്രയോ പരമാർത്ഥം. അദ്ദേഹത്തെ ചോദിച്ച പണം കൊടുത്തു വാങ്ങിയ പുതിയ യജമാനനോടൊപ്പം ഖിളിർ നബി ഭവ്യതയോടെ നടന്നു. അല്ലാഹുവിന്റെ വിധി അത് എന്തു തന്നെയായാലും അത് സ്വീകരിക്കുക തന്നെ. അതിൽ യഥാർത്ഥ സത്യവിശ്വാസിക്ക് പരിഭവപ്പെടാൻ ഒന്നുമില്ല. അതിൽ വേവലാതിപ്പെടേണ്ട കാര്യവുമില്ല. ഖിളിർ നബിയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെത്തിയ അദ്ദേഹത്തിന് യജമാനൻ ജോലികൾ ഒന്നും തന്നെ നൽകിയില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരിക്കൽ ഖിളിർ നബി യജമാനനോട് ചോദിച്ചു: താങ്കൾ കാശുകൊടുത്ത് വാങ്ങിയതാണല്ലോ എന്നെ, എന്നിട്ട് താങ്കൾ എനിക്ക് ജോലിയൊന്നും കൽപ്പിക്കാത്തതെന്താണ്? യജമാനൻ പറഞ്ഞു: അതെ, ശരി തന്നെ. എന്നാൽ താങ്കൾ ഒരു വൃദ്ധനല്ലേ? അതുപോലെ തന്നെ ഭക്തനും. അങ്ങനെയുള്ള താങ്കളെ വിഷമിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഖിളിർ നബി പറഞ്ഞു: എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. ശരി, എന്നാൽ ഈ കല്ലുകളൊക്കെ വീടിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി വയ്ക്കുക. ശക്തരായ 6 മനുഷ്യർ ഒരു ദിവസം മുഴുവൻ എടുക്കേണ്ട ജോലി അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർത്തു. അല്ലാഹു ഒരു മലക്കിനെ അയച്ച് സഹായിക്കുകയായിരുന്നു. തന്റെ ഇഷ്ടദാസന്മാരെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളെ നിയമിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ജോലി കഴിഞ്ഞു എന്ന് ഖിളിർ നബി യജമാനനെ അറിയിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇയാൾ സാധാരണക്കാരനല്ല. യജമാനൻ മനസ്സിൽ ആത്മഗതം ചെയ്തു. പിറ്റേ ദിവസം യജമാനൻ പറഞ്ഞു: നിങ്ങൾ ഒരു വിശ്വസ്തനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ നാളെ ഒരു യാത്ര പുറപ്പെടുകയാണ്. തിരിച്ചെത്തുന്നതുവരെ വീടും വീട്ടുകാരുടെയും സംരക്ഷണം ഞാൻ താങ്കളെ ഏൽപ്പിക്കുകയാണ്. നന്നായി ശ്രദ്ധിക്കണം. ഖിളിർ നബി വിനയപൂർവ്വം പറഞ്ഞു: എന്തെങ്കിലും ഒരു ജോലി കൂടി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അത് താങ്കൾക്കൊരു ബുദ്ധിമുട്ടല്ലേ? നല്ലവനായ താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് യജമാനൻ പറഞ്ഞപ്പോൾ ഖിളിർ നബി പറഞ്ഞു: എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ജോലി പറഞ്ഞോളൂ. എങ്കിൽ കുറേ ഇഷ്ടികകൾ ഉണ്ടാക്കിവെച്ചോളൂ. തിരിച്ചെത്തിയ ശേഷം ഒരു വീട് നിർമ്മിക്കാനുള്ള ഉദ്ദേശമുണ്ട്.
ഖിളിർ നബി യജമാനനെ സന്തോഷപൂർവ്വം യാത്രയാക്കി. നീണ്ട യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ യജമാനന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇഷ്ടിക ഉണ്ടാക്കുക മാത്രമല്ല, കെട്ടിടം പണിയുക കൂടി ചെയ്തിരിക്കുന്നു. അതും താൻ ഉദ്ദേശിച്ചതിലും ഗംഭീരമായി. ഇതെന്തൊരു മറിമായം! ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ എങ്ങനെ ഇത് സാധിച്ചു? മാസങ്ങൾ കൊണ്ട് അനേകം പേർ ചെയ്തു തീർക്കേണ്ട ജോലിയാണ് ഇദ്ദേഹം ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും ഇയാൾ സാധാരണക്കാരനല്ല. നേരത്തെ സംശയങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അത് ഉറപ്പായി. ഇനി തുറന്നു ചോദിക്കുക തന്നെ. യജമാനൻ ദൃഢനിശ്ചയം ചെയ്തു. അദ്ദേഹം ഖിളിർ നബിയെ അരികിൽ വിളിച്ചു പറഞ്ഞു, അങ്ങൊരു സാധാരണക്കാരനല്ലെന്ന് ഇതിനോടകം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പറയൂ, അങ്ങാരാണ്? എന്താ സംശയം? ഞാൻ അങ്ങയുടെ അടിമ, ഖിളിർ നബി പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല. അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. സത്യം പറയണം, അങ്ങാരാണ്? എനിക്കതറിഞ്ഞേ പറ്റൂ. ഇത്തവണ ഖിളിർ നബി കുഴങ്ങി. അല്ലാഹുവിനെ മുൻനിർത്തി ചോദിച്ചാൽ എങ്ങനെ പറയാതിരിക്കും? ഖിളിർ നബി രഹസ്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. നബി പറഞ്ഞു തുടങ്ങി, യജമാനരെ, ഇതുപോലെ മുൻപൊരിക്കൽ അല്ലാഹുവിനെ മുൻനിർത്തി ഒരാൾ എന്നോട് ദാനം ചോദിച്ചതാണ് എന്നെ അടിമത്വത്തിലെത്തിച്ചത്. ഞാൻ ഖിളിർ നബിയാണ്. യാചകൻ ഭിക്ഷ ചോദിച്ചതു മുതൽ യജമാനന്റെ അടുത്തെത്തിയതുവരെ പറഞ്ഞുകൊടുത്തു. അല്ലാഹുവിനെ മുൻനിർത്തി ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നൽകാത്തവൻ നാളെ മുന്നിലെത്തുമ്പോൾ മുഖത്ത് തൊലിയോ മാംസമോ ഉണ്ടാകുകയില്ല. ഇത് കേട്ട യജമാനൻ ഖിളിർ നബിയെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. നബിയെ അറിയാതെ ചെയ്തതാണ്. അദ്ദേഹം മാപ്പപേക്ഷിച്ചു നബിയുടെ കാൽക്കൽ വീണു. ഖിളിർ നബി അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും കാലം എന്നോട് നല്ല നിലയ്ക്കാണല്ലോ പെരുമാറിയത്. യജമാനൻ പറഞ്ഞു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുമിച്ചിവിടെ കഴിഞ്ഞുകൂടാം. അങ്ങന്റെ കൂടെ താമസിക്കണം. എന്റെ സമ്പത്ത് ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. താങ്കൾക്ക് ഇഷ്ടമുള്ള വിധം കൈകാര്യം ചെയ്യാം. ഖിളിർ നബി പറഞ്ഞു, നശ്വരമായ ഇഹലോകത്തിന്റെ ഒരു സമ്പത്തിലും എനിക്ക് താൽപ്പര്യമില്ല. ഇബാദത്തിൽ മുഴുകിക്കഴിയാനാണ് എനിക്ക് താൽപ്പര്യം. അതിന് കഴിയും വിധം എന്നെ മോചിപ്പിച്ചാൽ വലിയ ഉപകാരം. യജമാനൻ അദ്ദേഹത്തെ മോചിതനാക്കി. യജമാനന് നന്ദി പറഞ്ഞ് അദ്ദേഹം നടന്നു നീങ്ങി. ഒരിക്കൽ മൂസാ നബി ബനി ഇസ്രായേല്യരോട് പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗം കേട്ട് പലരുടെയും കണ്ണു നിറഞ്ഞു. കണ്ണീർ ധാരധാരയായി ഒഴുകി. അത്രമാത്രം അവരുടെ മനസ്സിനെ അത് സ്വാധീനിച്ചുവെന്നർത്ഥം. പ്രസംഗം കഴിഞ്ഞ ഉടനെ മൂസാ നബിയോട് അവരിലൊരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങയേക്കാൾ അറിവുള്ളവരായി ഈ ഭൂലോകത്ത് വേറെ ആരെങ്കിലുമുണ്ടോ? മൂസാ നബി പറഞ്ഞു, ഇല്ല. അല്ലാഹു ആലം, അല്ലാഹുവാണ് ഏറ്റവും അറിവുള്ളവനെന്ന് പറയാൻ മൂസാ നബി വിട്ടുപോയി. ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ അല്ലാഹുവാണല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ മൂസാ നബിയേക്കാൾ അറിവുള്ള ഒരാളും അന്ന് അക്കാലത്തുണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ മൂസാ നബിയെ ഒന്ന് പരീക്ഷിക്കാൻ അല്ലാഹു തീരുമാനിച്ചു. അല്ലാഹു മൂസാ നബിക്ക് വഹി നൽകി, മൂസ, നിന്നേക്കാൾ വിവരമുള്ള ഒരടിമ എനിക്കുണ്ട്. 2 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്താണ് അദ്ദേഹം കഴിയുന്നത്. മൂസാ നബി ചോദിച്ചു, രക്ഷിതാവേ, അദ്ദേഹത്തെ ഒന്നു കാണാൻ എന്താണ് വഴി? അല്ലാഹു പറഞ്ഞുകൊടുത്തു, താങ്കൾ ഒരു മത്സ്യം വേവിച്ച് കുട്ടയിലാക്കി കടൽ തീരത്തുകൂടി സഞ്ചരിക്കുക. എവിടെ വെച്ചാണോ താങ്കൾക്ക് ആ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടെ അദ്ദേഹം ഉണ്ടായിരിക്കും. മൂസാ നബി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വേവിച്ച മത്സ്യവുമായി നടക്കാനാരംഭിച്ചു. തന്റെ വിശ്വസ്ത ശിഷ്യൻ യൂഷഅ ബിൻ നൂൻ ഈ യാത്രയിൽ മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചിരുന്നു. കുറേ നേരം നടന്നു തളർന്ന് അവർ ഒരു പാറയ്ക്ക് സമീപമെത്തി. ക്ഷീണിതനായ മൂസാ നബി മത്സ്യം സൂക്ഷിക്കാൻ ശിഷ്യനെ ഏൽപ്പിച്ച് പാറയിൽ തലവെച്ച് ഒന്ന് മയങ്ങി. ശിഷ്യൻ മത്സ്യത്തിന് കാവലിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മത്സ്യത്തിന് പുതുജീവൻ കൈവന്നു. അത് സമുദ്രത്തിലേക്ക് എടുത്തുചാടി ഊളിയിട്ടുപോയി. അത് പോയ വഴി ഒരു ദ്വാരം പോലെ വെള്ളത്തിൽ കാണപ്പെട്ടിരുന്നു. മൂസാ നബിയുടെ ശിഷ്യൻ ആ കാഴ്ച കണ്ട് അമ്പരന്നിരുന്നു. മൂസാ നബിയെ വിളിച്ചുണർത്തുന്നത് അദബുകേടാണെന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ അദ്ദേഹം ഉണർന്നിട്ട് പറയാനായി നിശബ്ദനായിരുന്നു. പക്ഷെ മൂസാ നബി ഉണർന്നപ്പോൾ പിശാച് ആ കാര്യം പറയുന്നത് ശിഷ്യനെ മറപ്പിച്ചു കളഞ്ഞു. ഉറക്കമുണർന്ന മൂസാ നബിയാകട്ടെ മത്സ്യത്തിന്റെ വിവരം അന്വേഷിക്കാനും മറന്നു. ക്ഷീണം തീർന്ന അവർ വീണ്ടും നടത്തമാരംഭിച്ചു. രാവും പകലും നടന്നു തളർന്ന മൂസാ നബി ശിഷ്യനോട് ഭക്ഷണമെടുക്കാൻ ആവശ്യപ്പെട്ടു. നിശ്ചയം ഈ യാത്ര നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിരിക്കുന്നു, മൂസാ നബി പറഞ്ഞു. അപ്പോഴാണ് ശിഷ്യന് മത്സ്യത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഗുരു, നമ്മൾ മുൻപ് ആ പാറക്കല്ലിന് സമീപം വിശ്രമത്തിലായിരുന്നില്ലേ? അപ്പോൾ നമ്മുടെ മത്സ്യം കടലിലേക്ക് ചാടിപ്പോയിരുന്നു. ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്താൻ മറന്നുപോയതാണ്. പിശാച് എന്നെ ആ കാര്യം മറപ്പിക്കുകയായിരുന്നു. മൂസാ നബി ശിഷ്യനോട് കോപിച്ചില്ല, ശിക്ഷിച്ചതുമില്ല. ശാന്തനായി അദ്ദേഹം പറഞ്ഞു, അതാണല്ലോ നാം ആഗ്രഹിക്കുന്നത്, നമുക്ക് അവിടേക്ക് തന്നെ മടങ്ങാം. അവർ വന്ന വഴിയെ തിരികെ നടന്നു. മുൻപ് വിശ്രമിച്ച ആ പാറക്കല്ലിന് സമീപമെത്തിയപ്പോൾ അവരാ കാഴ്ച കണ്ടു. ഒരു വന്ധ്യവയോധികൻ സമുദ്രതീരത്തിരിക്കുന്നു. നാവിലെന്തോ ഉരുവിടുന്നുണ്ട്. ഖിളിർ നബിയായിരുന്നു അത്. ഖിളിർ നബിയെ കണ്ടുമുട്ടിയ ശേഷം യൂഷഅ നബിയെ തിരികെ പറഞ്ഞയച്ചു എന്നും
അല്ല അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. മൂസാ നബി അടുത്തുചെന്ന് സലാം പറഞ്ഞു. ഖിളിർ നബി ചോദിച്ചു, വഅലൈക്കുമുസ്സലാം, എവിടെ നിന്നാണൊരു സലാം? മൂസാ നബി ഒന്നുകൂടി അടുത്തുചെന്ന് പറഞ്ഞു, ഞാൻ മൂസാ നബിയാണ്. ഖിളിർ നബി ചോദിച്ചു, ബനി ഇസ്രായേല്യരിലെ മൂസയാണോ? അതേ എന്ന് മൂസാ നബി പ്രതികരിച്ചു. ഖിളിർ നബി ആഗമനോദ്ദേശം ആരാഞ്ഞു. മൂസാ നബി പറഞ്ഞു, എനിക്ക് അങ്ങയിൽ നിന്നു കുറച്ചു കാര്യങ്ങൾ പഠിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഖിളിർ നബി പറഞ്ഞു, അതിന് താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം വിശദീകരിച്ചു, എനിക്ക് അല്ലാഹു ഒരുതരം വിജ്ഞാനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് താങ്കൾക്ക് അറിയണമെന്നില്ല. നിങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ച അറിവ് വേറെയാണ്, അതെനിക്കും അറിയില്ല. മൂസാ നബി പറഞ്ഞു, ഇൻഷാ അല്ലാ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. താങ്കൾക്കെതിരായി ഞാനൊന്നും പ്രവർത്തിക്കുകയില്ല. ഖിളിർ നബി പറഞ്ഞു, എങ്കിൽ ശരി, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഞാൻ വിശദീകരിച്ചു തരുന്നതുവരെ എന്റെ പ്രവൃത്തിയെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. മൂസാ നബി സമ്മതിച്ചു. ഖിളിർ നബി എണീറ്റ് കടൽത്തീരത്തുകൂടി നടത്തം ആരംഭിച്ചു. അനുസരണയുള്ള വിദ്യാർത്ഥിയെപ്പോലെ മൂസാ നബി അനുഗമിച്ചു. കുറേ ദൂരം ചെന്നപ്പോൾ കടലിൽ അതാ ഒരു കപ്പൽ നിൽക്കുന്നു. തങ്ങളെ കൂടി കപ്പലിൽ കയറ്റണമെന്ന് ഖിളിർ നബി കപ്പൽ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടു. അവർ ആദ്യം കൂലി ആവശ്യപ്പെട്ടെങ്കിലും ഖിളിർ നബിയെ തിരിച്ചറിഞ്ഞപ്പോൾ പ്രതിഫലമൊന്നും വാങ്ങാതെ തന്നെ കപ്പലിൽ കയറ്റി. മറ്റു യാത്രക്കാർക്കൊപ്പം അവരെയും വഹിച്ചുകൊണ്ട് കപ്പൽ യാത്ര തുടങ്ങി. അധികദൂരം ചെന്നില്ല. ഖിളിർ നബി കൈയിലുണ്ടായിരുന്ന ചെറിയ ഒരു മഴുകൊണ്ട് കപ്പലിന്റെ ഒരു പലക വെട്ടിപ്പൊളിച്ചു. മൂസാ നബിക്ക് അത് സഹിക്കാനായില്ല. മുൻപ് ചെയ്ത വാഗ്ദാനം മറന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചുപോയി, പ്രതിഫലം പോലും വാങ്ങാതെയാണവർ നമ്മെ കപ്പലിൽ കയറ്റിയത്. എന്നിട്ടവരുടെ കപ്പൽ കേടുവരുത്തുകയാണോ താങ്കൾ? കപ്പലിലുള്ളവരെല്ലാം മുങ്ങി നശിക്കില്ലേ? എന്തു പണിയാണ് താങ്കൾ ചെയ്തത്? ഖിളിർ നബി ശാന്തനായി പ്രതികരിച്ചു, ഞാൻ പറഞ്ഞിരുന്നില്ലേ താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമിക്കാൻ കഴിയില്ലെന്ന്. മൂസാ നബിക്ക് താൻ ചെയ്ത വാഗ്ദാനം ഓർമ്മ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനത് മറന്നുപോയതാണ്. ഇതിന്റെ പേരിൽ ഒരു നടപടി സ്വീകരിക്കരുതേ. ഒരു പലകയിളകിയതു ശ്രദ്ധയിൽപ്പെട്ട കപ്പിത്താൻ കപ്പൽ തീരത്തോടടുപ്പിച്ചു. അവസരം പാഴാക്കാതെ ഖിളിർ നബിയും മൂസാ നബിയും കപ്പലിൽ നിന്നിറങ്ങി കടൽത്തീരത്തുകൂടെ വീണ്ടും നടത്തം ആരംഭിച്ചു. നടക്കുന്നതിനിടയിൽ അവരൊരു കാഴ്ച കണ്ടു. ഒരു ചെറിയ കുരുവി സമുദ്രജലം അതിന്റെ കൊച്ചു ചുണ്ടിൽ നിറയ്ക്കുന്നു. ഖിളിർ നബി പറഞ്ഞു, മൂസ, വിശാലമായ സമുദ്രത്തിൽ നിന്നും ആ ചെറുപക്ഷി കൊക്കിൽ കൊത്തിയെടുത്തത്ര തുച്ഛമാണ് അല്ലാഹുവിന്റെ അറിവുമായി ചേർത്തു നോക്കുമ്പോൾ എന്റെയും താങ്കളുടെയും ജ്ഞാനം. മൂസാ നബിക്ക് കാര്യം ബോധ്യമായി. യാത്രയുടെ ലക്ഷ്യവും അതായിരുന്നല്ലോ. വീണ്ടും അവർ യാത്ര തുടർന്നു. കുറേ ദൂരം നടന്നപ്പോൾ കുറച്ചു കുട്ടികൾ കളിക്കുന്നതായി അവർ കണ്ടു. ഖിളിർ നബി അവരിൽ ഒരു കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. തന്റെ അടുത്തേക്ക് ഓടിവന്ന കുട്ടിയുടെ തലപിടിച്ച് സ്വന്തം കരങ്ങൾ കൊണ്ടദ്ദേഹം പിഴുതെടുത്തു. ഈ ഭീകരദൃശ്യം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനു മുൻപായി അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. മൂസാ നബിക്ക് ഇത്തവണയും സഹിക്കാനായില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചുപോയി, യാതൊരു തെറ്റും ചെയ്യാത്ത കുട്ടിയെ തങ്ങൾ വെറുതെ കൊന്നുകളഞ്ഞല്ലോ. താങ്കൾ ചെയ്തത് കടുത്ത അപരാധമാണ്. ഇത്തവണ ഖിളിർ നബി അല്പം ഗൗരവത്തോടെ പറഞ്ഞു, താങ്കളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമിക്കാനാവില്ലെന്ന്. മൂസാ നബി ഖേദിച്ചു, ഇത്തവണ കൂടി എനിക്ക് മാപ്പ് തരണം. ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ എന്നെ കൂട്ടേണ്ടതില്ല. എന്റെ ഭാഗത്തുനിന്നും വന്ന വീഴ്ചകൾ അങ്ങ് മാപ്പാക്കിയാലും. അവർ വീണ്ടും യാത്ര തുടർന്നു. ഷാമിലെ അന്താക്കിയ ഗ്രാമത്തിലാണ് അവർ എത്തിയത്. ദീർഘമായ കാൽനടയാത്ര കാരണം അവർക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഗ്രാമവാസികളോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു. പക്ഷെ ആരുമൊന്നും നൽകിയില്ല. മൂസാ നബിക്ക് ദേഷ്യം വന്നു തുടങ്ങി. അതൊന്നും കാര്യമാക്കാതെ ഖിളിർ നബി തൊട്ടടുത്ത് കണ്ട പൊളിഞ്ഞു വീഴാറായ മതിൽ നന്നാക്കാൻ തുടങ്ങി. വളരെ വേഗം അദ്ദേഹം ആ ജോലി തീർത്തു. ഒന്നും ചോദിക്കരുതെന്ന ഉടമ്പടി മൂസാ നബി വീണ്ടും മറന്നു. നമുക്ക് ഭക്ഷണം തരാൻ തയ്യാറാകാത്ത ഇവരുടെ മതിൽ വെറുതെ നന്നാക്കിക്കൊടുക്കുകയാണോ? താങ്കൾ ഉദ്ദേശിക്കുന്ന പക്ഷം അതിനു കൂലി വാങ്ങാമായിരുന്നില്ലേ? ഖിളിർ നബി പറഞ്ഞു, ഇതാ നമുക്ക് പിരിയാൻ സമയമായി. താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെ അകപ്പൊരുൾ താങ്കൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. മൂസാ നബി കാതോർത്തു. ആദ്യം നാം കയറിയ കപ്പലുണ്ടല്ലോ, അത് ഏതാനും സാധുക്കളായ കടൽ തൊഴിലാളികളുടേതായിരുന്നു. അവരുടെ യാത്രവഴിയിൽ കപ്പൽ കൊള്ളയടിക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. നല്ല കപ്പൽ കണ്ടാൽ അയാൾ പിടിച്ചെടുക്കും. കേടുപാടുള്ള കപ്പലായാൽ തിരിഞ്ഞു നോക്കുകയില്ല. നാം കയറിയ കപ്പൽ നല്ല കപ്പലായിരുന്നു. മുന്നോട്ടു പോയാൽ ആ രാജാവ് അത് പിടികൂടും. അത് കാരണം തൊഴിലാളികൾ പ്രയാസത്തിലാകും. ആയതിനാലാണ് ഞാൻ ആ നല്ല കപ്പൽ കേടുവരുത്തിയത്. പിന്നെ ഞാനൊരു കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം. ആ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ലവരും സത്യവിശ്വാസികളുമാണ്. ഈ കുട്ടി വളർന്നു വലുതായാൽ ഇവൻ കാരണം അവർ പിഴയ്ക്കാനും അവിശ്വാസികളാകാനും സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടതിനാലാണ് ഞാൻ ആ കുട്ടിയെ വകവരുത്തിയത്. അതുവഴി മാതാപിതാക്കളെ സംരക്ഷിക്കുകയും നരകശിക്ഷയിൽ നിന്നവരെ രക്ഷിക്കുകയുമാണ് ചെയ്തത്. മാത്രമല്ല
ആ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയേക്കാൾ ശുദ്ധനും നല്ലവനുമായ മറ്റൊരു കുട്ടിയെ അല്ലാഹു പകരം കൊടുക്കുമെന്നും എനിക്കറിവ് ലഭിച്ചിട്ടുണ്ട്. ഖിളർ നബിയുടെ ആ പ്രവചനം യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് പിൽക്കാലത്ത് ആ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞ് പിറന്നതായും ആ കുഞ്ഞിന്റെ സന്താനപരമ്പരയിൽ 70ഓളം പ്രവാചകന്മാർ ജന്മമെടുത്തതായും ചരിത്രം പറയുന്നു. മതിൽ നന്നാക്കിയ കാര്യമാണ് മറ്റൊന്ന്. ഞാൻ നന്നാക്കിയ ആ മതിൽ 2 അനാഥ കുട്ടികളുടേതായിരുന്നു. അസ്രം സ്വരീം എന്നായിരുന്നു അവരുടെ പേര്. ആ മതിലിന് ചുവട്ടിൽ അവരുടെ പിതാവ് മക്കളുടെ ഭാവിയെ കരുതി ഒരു നിധിപേടകം സൂക്ഷിച്ചുവച്ചിട്ടുണ്ട്. മതിൽ പൊളിഞ്ഞു വീണാൽ നിധി പുറത്താവുകയും അത് മറ്റുള്ളവർ കവർന്നെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അവകാശികളായ അനാഥർക്ക് അത് കിട്ടാനാണ് മതിൽ നന്നാക്കിയത്. യതീം മക്കളുടെ സ്വത്ത് സംരക്ഷിക്കുക എന്നത് നല്ല കാര്യമാണല്ലോ. അതാണ് ഞാൻ ചെയ്തത്. ഈ കാര്യങ്ങളൊന്നും ഞാൻ സ്വന്തം താൽപര്യത്തിന് ചെയ്തതല്ല. അല്ലാഹു എനിക്ക് നൽകിയ ദിവ്യബോധനമനുസരിച്ച് പ്രവർത്തിച്ചു എന്നേയുള്ളൂ. ഖിളർ നബിയുടെ വിശദീകരണത്തിൽ നിന്നു മൂസാ നബിക്ക് കാര്യങ്ങൾ ബോധ്യമായി. വസ്തുതയറിയാതെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിലും അദ്ദേഹത്തെ പിരിയുന്നതിലും മൂസാ നബിക്ക് ദുഃഖമനുഭവപ്പെട്ടു. ഇങ്ങനെ ഈ അനുഭവം സഹാബികൾക്ക് വിവരിച്ചുകൊടുത്ത നബി സാന്ത് പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അല്ലാഹു മൂസാ നബിക്ക് കാരുണ്യം ചൊരിയട്ടെ. ഖിളർ നബിയോടൊപ്പമുള്ള യാത്ര അദ്ദേഹം അല്പം കൂടി തുടർന്നുവെങ്കിലെന്ന് നാം ആശിച്ചു പോകുന്നു. എങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഖിളർ നബിയോടൊപ്പമുള്ള യാത്രയിൽ താൻ ആർജിച്ച വിജ്ഞാനം മഹാസാഗരത്തിൽ നിന്നും ഏതാനും തുള്ളികൾ മാത്രമാണെന്ന് മൂസാ നബിക്ക് ബോധ്യമായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.